ഏഴാറ്റുമുഖം എറണാകുളം ജില്ലയിലെ ഒരു നല്ല സുന്ദരമായ പ്രകൃതി ഗ്രാമമാണ് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 കിലോമീറ്ററും അകലത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പച്ചപ്പിൻ്റെ നടുവിലൂടെയുള്ള യാത്ര നമ്മുടെ കണ്ണിനും മനസ്സിനും നല്ല കുളിർമ നൽകും. നല്ല റോഡാണ്, നമുക്ക് യാതൊരു യാത്രാക്ഷീണവും അറിയില്ല. നല്ല റോഡാണ്. എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. പെർ പേഴ്സൺ 20 റുപ്പീസും 4 വീലറിന് 30 റുപ്പീസും. കറക്റ്റായിട്ട് അത്യാവശ്യം സൗകര്യമുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ റൈറ്റിൽ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. ചെറിയൊരു നടപ്പാതയുണ്ട് കേട്ടോ. വേലി കെട്ടി തിരിച്ച പോലെ നല്ല ഭംഗിയുണ്ട്, നല്ല ആംബിയൻസ്. വെള്ളം കുത്തി ഒഴുകണതിന് നല്ല സൗണ്ട്. അത്യാവശ്യം കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഏറുമാടം ഉണ്ട് കേട്ടോ. ആരും കയറുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറിച്ചു. തൂക്കുപാലാണ് കേട്ടത്. ക്രോസ് ചെയ്ത് സുന്ദരമായ ഏഴാറ്റുമുഖം. ഒരേ സമയത്ത് 25 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പേരുണ്ട്. ആളുകൾ നടക്കുമ്പോൾ പാലം ഷെയ്ക്കാണ്. നേരിട്ട് വന്ന് ഇവിടെ കാണുമ്പോൾ ഉള്ള ഭംഗി ക്യാമറയിലില്ല. അതുപോലെ തന്നെ അത്യാവശ്യം മഴയുള്ള സമയത്ത് വെള്ളമുള്ള സമയത്ത് വരുന്നതാണ് ഈ ഭംഗി. ഈ ദിവസങ്ങളിൽ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. തൂക്കുപാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടത്. അവിടെയും ചെറിയൊരു തൂക്കുപാലം കിടന്ന് അപ്പുറം ചെന്നാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെത്തും. അതാണ് തുമ്പൂർമൊഴി ഗാർഡനാണ് കേട്ടോ. ഏഴാറ്റുമുഖത്തുനിന്ന് കയറാനുള്ള പാസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ പാസ് വെച്ചിട്ട് തുമ്പൂർമൊഴി ഗാർഡനിലേക്ക് പ്രവേശനമില്ല. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ ഈടാക്കും, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും. ഇവിടെ നല്ലൊരു ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ട്. ഇപ്പോഴും ഒത്തിരി ആൾക്കാർ തൂക്കുപാലത്തിൽ കൂടെ കയറി വരുന്നുണ്ട്. തുമ്പൂർമൊഴി ഏഴാറ്റുമുഖം തൂക്കുപാല ഉദ്ഘാടനം 2015 ജൂൺ 1 ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ് നിർവഹിച്ചത്. ചെറിയ ഫാൻസി ഷോപ്പൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ മുകളിലേക്ക് ഇറങ്ങി. അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞത് നോക്കാം. ഒരു ബട്ടർഫ്ലൈയുടെ പടം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഒരു അത്തിമരം കായ്ച്ച് നിൽക്കണ്ടിട്ടാ. ഇത് കാട്ടത്തിയാണെന്ന് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ അടിയിൽ വന്ന് നിന്നപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല തണലും തണുപ്പും. ഒരു വലിയ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇരുന്ന് കാറ്റ് കൊള്ളാൻ കുറേ പടിക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നല്ല തുമ്പൂർ മൊഴിയിലെ കുട്ടികളുടെ പാർക്കാണിട്ടത്. ഇവിടെ കുറച്ചും കൂടെ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഏഴാറ്റുമുഖത്തെ പാർക്ക് ഇതിനേക്കാളും ചെറുതാണ്. പാമ്പിൻ്റെ ഷേപ്പിലുള്ള ഇരിക്കണം. ഇതൊരു കൽമണ്ഡപമാണ് കേട്ടോ, പുതിയതാണെന്ന് തോന്നുന്നു. ഇത് തുമ്പൂർ മൊഴി സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ശക്തിയിലാണ് മഴയില്ലാത്ത സമയങ്ങളിൽ തീരെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റും. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് കുഴികളുണ്ടാവും. ആ കുഴിയിലേക്ക് നമ്മൾ വീണ് പോകും. പിന്നെ ഒരുപാട് ആഴവും ഉണ്ടാവും. വണ്ടി ട്രിപ്പിന് പറ്റിയ നല്ലൊരു സ്ഥലം. വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ. മൂപ്പര് മുട്ട ബജി നല്ല ആസ്വദിച്ച് തിന്നാണ് കേട്ടോ. ആരോ കൊണ്ടുവന്ന് കൊടുക്കുക. അവിടെ രണ്ടുപേരും ഇരിക്കണ്ട, അവർ വന്നിട്ട് കൊടുത്തില്ല.